വിശദമായ വാർത്തകളിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നതിനായി സഹകരണ സഞ്ചിത നിധി ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി.എൻ. വാസവൻ. സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിയമം മൂലമുള്ള രക്ഷാകവചം ഒരുക്കിയിട്ടുണ്ടെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ചില ശക്തികളുടെ ഗൂഢനീക്കമാണെന്നും മന്ത്രി പറഞ്ഞു. മാന്നാർ കുട്ടമ്പേരൂർ 611 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ സുവർണ ശതാബ്ദി ആഘോഷം കുന്നത്തൂർ ശ്രീദുർഗാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി.എൻ. വാസവൻ. കേരളത്തിന്റെ തെക്കും വടക്കുമായിട്ടുള്ള നിരവധി സഹകരണ സംഘങ്ങൾ കാർഷിക മേഖലയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന തരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടവുമാണ്. ഇങ്ങനെ സഹകരണ മേഖല അതിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കുതിച്ചുപായുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അതിനെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചു പ്രചരണങ്ങൾ കൊണ്ട് തകർക്കാമെന്നോ ആരും കരുതേണ്ടതില്ല എന്നാണ് ഇന്നത്തെ എന്റെ റിസൾട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾ നാടിന്റെ പുരോഗതിയെ സഹായിക്കുമെന്നും സഹകരണ പ്രസ്ഥാനങ്ങളെ നിലനിർത്തേണ്ടത് നാടിന്റെ കടമയാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻപിള്ള സ്വാഗതം പറഞ്ഞു. ബാങ്ക് സെക്രട്ടറി പി.ആർ. സജികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്കിന്റെ ശതാബ്ദി സ്മരണിക ഓർമ്മച്ചെപ്പ് പ്രകാശനവും ബാങ്ക് സെക്രട്ടറിയെ അനുമോദിക്കലും മുതിർന്ന ഭരണസമിതി അംഗങ്ങളെ ആദരിക്കലും മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. സ്ത്രീകളുടെ സ്വയം തൊഴിൽ പ്രോത്സാഹന പദ്ധതിയിലൂടെ തയ്യൽ മെഷീനുകളുടെ സൗജന്യ വിതരണവും മികച്ച യുവസംരംഭകനെ ആദരിക്കലും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ശതാബ്ദി ലോഗോ പ്രകാശനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഷഹിമ മങ്ങയിൽ നിർവഹിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം. ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണ സാന്ത്വന ചികിത്സാ സഹായ നിധിയുടെ വിതരണം സ്വാഗത സംഘം കൺവീനർ പ്രൊഫസർ പി.ഡി. ശശിധരനും മികച്ച ക്ഷീരകർഷകനെ അനുമോദിക്കൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരിയും നിർവഹിച്ചു. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.